ഇവർ പറയുന്ന വർഗീയത, കുറെ മുസ്ലിങ്ങളെ ആക്രമിക്കുക. ഇന്ന് ആർക്കണം കാപ്പിക്കുരു മോട്ടിച്ച കള്ളൻ ആരാ? കെ സുരേന്ദ്രൻ. ഇനി രാജീവിന്റെ നോട്ടം ഒന്ന് മാത്രമേ ഉള്ളൂ, പോർട്ടിലേക്കാണ്. അദ്ദേഹത്തിന് പോർട്ട് ക്യാപ്ചർ ചെയ്യണം. ഇവരുടെ BJP, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ക്രിസ്ത്യൻ ലോബിയുടെ കൺട്രോളിലാണ് BJP എന്ന് ഞാൻ പറഞ്ഞു. BJP മീൻസ് ബിസിനസ് ജനതാ പാർട്ടി. മലയാളിക്ക് ഓഫർ കൊടുത്താൽ മലയാളി ചാടി വീഴും. ഇവിടെ നല്ല നേതാക്കളില്ലേ? ഇവിടെ ഞാൻ കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ വേറൊരു പദത്തിലായിരുന്നു VS പണ്ട് പറഞ്ഞ അബ്ദുൽ കലാം സാറ് വാണം വിടുന്നവനാണെന്ന് പറഞ്ഞു. ഇവിടെ ഇരുന്നാണ് പറഞ്ഞത്, ഈ പ്രസ് ക്ലബ്ബിൽ ഇരുന്നാണ് പറഞ്ഞു. അതുപോലെ എന്നെ വാണം എന്ന് പറഞ്ഞു. പക്ഷേ കേരളം വിട്ടപ്പോൾ അവിടുത്തെ ഒരു പറഞ്ഞത് റോക്കറ്റാന്ന് പറഞ്ഞു. ഈ നരേന്ദ്രമോദിക്ക് വേണ്ടി ഇവർ എന്ത് ചെയ്തു? ഞാൻ കർണാടകയിൽ നടത്തിയ റോഡ് ഷോ നിങ്ങൾ കാണണം. എൻ്റെ റോഡ് ഷോ നരേന്ദ്രമോദി ഇലക്ഷന് ഇപ്രാവശ്യം 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് 240 സീറ്റായിട്ട് കുറഞ്ഞുപോയി. ആ സമയത്ത് നരേന്ദ്രമോദിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലും ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി ഇറങ്ങിയോ? അതേസമയത്ത് നമ്മുടെ ടീമാണ്, നമ്മുടെ സന്യാസി ടീമാണ് അദ്ദേഹത്തിന് വേണ്ടി വോക്ക് ചെയ്തത് എന്ന് കരുതി BJP കേരളത്തിലെ KGPക്ക് വേണ്ടി നമ്മൾ വോക്ക് ചെയ്യില്ല. കാരണം എന്നാണോ ഇവർ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്, ഇവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഇവിടുത്തെ വികസനത്തിന്റെ കാര്യം പറയൂ. ഇവിടെ ഇപ്പോൾ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ മറ്റൊരു പരിപാടി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ശിവഗിരിയിൽ ഇവർ പോയായിരുന്നു. സംഘത്തിന്റെ നാഗ്പൂർ എന്നറിയപ്പെടുന്ന കാര്യാലയം എന്ന് പറയുന്ന ഇവിടുത്തെ തിരുവനന്തപുരത്തെ കാര്യാലയത്തിൽ ഇവർ പോയായിരുന്നോ? ഈ രാജീവിന് ഇവിടുത്തെ കാര്യാലയത്തിൽ ഒന്നും പോണ്ട, ഇവിടുത്തെ ശിവഗിരി പോണ്ട, ചട്ടമ്പി സ്വാമിയുടെ അടുത്ത് പോണ്ട, സത്യാനന്ദ സരസ്വതി അടുത്തൊരു വിളക്കെങ്കിലും കത്തിച്ചിട്ട് പോയ. പക്ഷേ ഇവർക്ക് ബിഷപ്പുമാരുമായിട്ടാണ് ഡീൽ. എന്താണ് ആ ഡീൽ എന്ന് കൂടെ മനസ്സിലാക്കൂ. റിയൽ എസ്റ്റേറ്റ് മാഫിയ ബിസിനസ്. ഇനി രാജീവിന്റെ നോട്ടം ഒന്ന് മാത്രമേ ഉള്ളൂ, പോർട്ടിലേക്കാണ്. അദ്ദേഹത്തിന് പോർട്ട് ക്യാപ്ചർ ചെയ്യണം. ആൻഡ് അവർ Narendra Modi is not able to understand certain situation because they have certain mediators here. And my request, you should publish or you should introduce this subject in front of Modi, or else they have to get that strong hit back. Otherwise they will never think. ഇവന്മാർക്ക് അടി കിട്ടണം. ജനങ്ങളുടെ അടുത്ത് ഹിന്ദുത്വം പറഞ്ഞു നടക്കുന്നു. ഇവരുടെ മുദ്രാവാക്യത്തിൽ എന്ത് ഹിന്ദുത്വമാണുള്ളത്? ഇവർ പറയുന്ന വർഗീയത, കുറെ മുസ്ലിങ്ങളെ ആക്രമിക്കുക. ഇന്നലെ ആ കാപ്പിക്കുരു കള്ളൻ, ആർക്കണം കാപ്പിക്കുരു മോട്ടിച്ച കള്ളൻ, റിയൽ എസ്റ്റേറ്റ് എന്ന് കാപ്പിക്കുരു മോട്ടിച്ച കള്ളൻ ആരാ? കെ സുരേന്ദ്രൻ. പേര് തന്നെ കേട്ടിട്ടുണ്ട്. എപ്പോഴും വേണം ജനങ്ങൾക്ക് എഴുതാൻ കള്ളനാണ് എന്ന്. അദ്ദേഹത്തിന്റെ ജനിച്ചപ്പോൾ തന്നെ വീട്ടുകാർ ഇട്ട് കൊടുത്തൊരു സാധനമാണ് കെ. ഇത്രയും വലിയ ഗുണ്ടായുസം, ഇത്രയും വലിയ മാനിപ്പുലേഷൻ. അയാൾ പറയുന്നു മുസ്ലിം ജനങ്ങളെല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്, മുസ്ലിങ്ങളെല്ലാം അയാൾക്ക് വോട്ട് കൊടുക്കുന്നു. പിന്നെ ഇയാള് മുസ്ലിങ്ങളുടെ വോട്ട് കൊടുക്കാൻ വേണ്ടി ആ സമുദായത്തിന് വേണ്ടി രാവിലെയും വൈകിട്ടും ഇവിടുത്തെ കുഞ്ഞാലിക്കുട്ടീനെയും തങ്ങളുമാരെക്കാളും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ ഇയാൾ. ഇവരുടെ BJP, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ക്രിസ്ത്യൻ ലോബിയുടെ കൺട്രോളിലാണ് BJP എന്ന് ഞാൻ പറഞ്ഞു. BJP മീൻസ് ബിസിനസ് ജനതാ പാർട്ടി, അല്ലാതെ ബിഷപ്പ് ജനതാ പാർട്ടി ഉണ്ട്. അങ്ങനെ ഒരു മീനിങ്ങും ഉണ്ട് ഇവിടെ കേരളത്തിൽ. ഇവരാണ് സീറ്റ് തീരുമാനിക്കുന്നത്. ഇവർ സീറ്റ് തീരുമാനിക്കുമ്പോൾ നമ്മുടെ സ്വയംസേവകർക്ക് എന്ത് സീറ്റ് കിട്ടി? യഥാർത്ഥ ഹിന്ദു പോരാളികൾക്ക് എന്ത് സീറ്റ് കിട്ടി? ഇവിടെ കാവിയിട്ട് കട്ടർ ഹിന്ദുസം പറയാനല്ല ഞാൻ പറയുന്നത്. ധർമ്മത്തെ പറ്റി പഠിപ്പിക്കുന്നവർക്ക് എന്ത് സീറ്റ് കിട്ടി? അവർക്ക് എന്ത് ചെയ്ത് കൊടുത്തു? കുറെ 2020 കുറെ ടിക്ടോക്ക് പിള്ളേർക്ക് കൊടുത്തു. ടിക്ടോക്ക് നടത്തുന്നവർക്ക്, റീല് നടത്തുന്നവർക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളവർക്ക്, ബിഗ് ബോസുകാർക്ക് ഇത് സീറ്റ് കൊടുക്കുമ്പോൾ ആ ഏരിയ തൃപ്പൂണിത്തുറ എത്ര സ്ട്രോങ് മണ്ഡലമായിരുന്നു. കേരളത്തിലെ BJPനെ ഏത് മണ്ഡലത്തിലുള്ളവർ ജയിക്കണം എന്നുള്ളത് ഞാൻ അടുത്ത ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറയാം. ഇപ്പം ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല. They want to do something good for the society. But at the same time, നമ്മൾ ഇതിനകത്തുള്ള ക്രിമിനൽസിനെ അറിയണം. ഈ പറയുന്ന പോലെ മലീമസമായ സാധനങ്ങളെ പുറത്താക്കിയേ പറ്റുള്ളൂ. ഇത് പുറത്താക്കിയില്ലെങ്കിൽ അത് ഇവർ തന്നെ നമ്മുടെ നാടിന് ആപത്തുണ്ടാക്കും. ഇവർക്ക് നമ്മുടെ മംഗലാപുരത്ത് ധർമ്മസ്ഥലയുണ്ട്. ധർമ്മസ്ഥലയുടെ ചുറ്റും കംപ്ലീറ്റ് ഇവർ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. ഇവരുടെ മാഫിയ ഹന്നൂർ തൊട്ട് എയർപോർട്ട് വരെ കംപ്ലീറ്റ് ഇവരുടെ ഗ്രൂപ്പ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. എല്ലാം എടുത്തു കഴിഞ്ഞു. ശിവഗംഗ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞു. ഇവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം, മലബാർ തൊട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന മലബാറിൽ നിന്ന് എല്ലാ ആശുപത്രികളും കോടാനുകോടി കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. KKRും ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞ 2 കമ്പനി, അവരുമായിട്ട് ആ ഗ്രൂപ്പുമായിട്ട് PC ജോർജിനും ഷോൺ ജോർജിനും അനൂപ് ആന്റണിക്കും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നിങ്ങൾ അന്വേഷിച്ചോ? അനൂപ് ആന്റണി പറയുന്നുണ്ടല്ലോ 5 കോടിയാണ് ഈ കേരളത്തിൽ MLA ഫണ്ടെങ്കിൽ ബാക്കി നമുക്ക് അൺലിമിറ്റഡ് ഫണ്ട് വരും എന്ന്. അൺലിമിറ്റഡ് ഫണ്ടിന്റെ സോഴ്സ് എന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചോ? എന്നെ പോലെ ഒരുത്തൻ ചോദിക്കാൻ ഈ കേരളത്തിൽ ഇല്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി പിടിച്ച് എൻ്റെ ചെലവിൽ ഞാൻ റിസ്ക് എടുത്തു വരുന്നു. കാരണം
ഇത് എൻ്റെ നാട്. ഇവിടെ ഒരു MLA ക്ക് MP പോസ്റ്റിന് വേണ്ടി ഞാൻ എഴുതി ഒട്ടിക്കാറില്ല. എനിക്ക് എൻ്റെ ആൾക്കാരുടെ ജീവനാ വലുത്. ഞാൻ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവിടെ ഒരു രീതിയിലുള്ള സഹായവും കേരളത്തിൽ ആരും തരില്ല. അത്രയും സ്വാർത്ഥരായി ജീവിക്കുകയാണ്. പിന്നെ ഒരാൾക്ക് ഒരു ഗ്രൂപ്പിന് എന്നെ സഹായിക്കണമെന്നുള്ള മനസ്സുണ്ട്, പക്ഷെ അവർക്ക് എന്നെ സഹായിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ കള്ളന്മാർ ഇവിടെ വരുമ്പോൾ നമ്മളിവിടെ കഞ്ഞി കുടിച്ചാണെങ്കിലും സുഖമായിട്ടാണെങ്കിലും നമ്മുടെ ഒരു സംസ്കാരം ഉയർത്തിപ്പിടിച്ച് നമുക്ക് ജീവിക്കാം. പക്ഷെ നമ്മുടെ മക്കളുടെ ഭാവിയുമാരൊക്കെ കളയല്ലേ? ഈ ഡ്രഗ് മാഫിയക്കെതിരെ ഇവന്മാർ ഒരു വിരളനക്കിയിട്ടുണ്ടോ? ഇവന്മാരെ കർണാടകത്തിൽ നിന്ന് സ്പെഷ്യൽ ടീമിനെ വെച്ചിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തതാണ് ഇവിടുത്തെ ഡ്രഗ് കണ്ട്. എല്ലാം തെളിവ് എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് അറിയാമത്. ഇവരെന്താണ്, എന്ത് കോൺട്രിബ്യൂഷനാണ് ചെയ്യുന്നത്? മാറാത്തത് ഇനി മാറും. അപ്പം മാറാത്തത് ഇനി മാറണം വേണ്ടേ? ഓരോ ഉണക്ക ക്യാപ്ഷനും ഇറക്കി അവരുടെ ഇഷ്ടത്തിനുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഡീലും വെച്ചിട്ട് ഇവർ വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. ഇനിയും പറയാനുണ്ട് എനിക്ക്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ വീണ്ടും കുറേ കാര്യങ്ങൾ പറയാം സുരേന്ദ്രന്റെ ഡീലുകളെ പറ്റി. ഇത് ആരോപണമൊന്നും അല്ല സാർ. ഈ തെളിവിന്റെ കാര്യമാണല്ലോ മാധ്യമങ്ങളുടെ ജോലി. ഞാൻ തെളിവ് നടത്തി തരാം. ഈ പറയുന്ന BPL ആരോപണമാണോ? ഈ സുപ്രീം കോടതി തള്ളിയതല്ല. ഈ സാധനത്തിന്റെ ഈ ഇൻട്രസ്റ്റ് വേവർ ചെയ്തതിന്റെ ഡീലുകൾ എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും കോടതിക്ക് കൃത്യമായിട്ടുള്ള തെളിവ് കൊടുത്തില്ലെങ്കിൽ കോടതി തള്ളും. ഞാൻ നിങ്ങൾക്കുള്ള തെളിവുകളെല്ലാം നിങ്ങൾ എന്നോട് വരൂ. ഞാൻ തെളിവ് പെട്ടിയിലാക്കി. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തെളിവുമായിട്ട് വന്ന ഓർമ്മയുണ്ടോ? ഇവിടെ അടികൂടിയത് ഓർമ്മയുണ്ടോ? ഈ പ്രസ് ക്ലബ്ബിൽ അന്ന് തെളിവായിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ച് തന്നു. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ 550 കോടിയുടെ അഴിമതി നടന്നതിന്റെ തെളിവ്. ആര് കൊടുത്ത തെളിവ്? വിനോദ് റോയും അതുപോലെ തന്നെ അമിക്കസ് ക്യൂറിയുടെ മുന്നിൽ സമർപ്പിച്ച്. ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകനായ ഒരു വ്യക്തി അതിൽ കയറി അങ്ങ് ചാടി. അദ്ദേഹം കൊട്ടാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രശ്നമായി. ഇവിടെ അടിയുണ്ടായി. ഞാൻ ഒന്നും വേണ്ടിയില്ല, ഞാൻ ഇറങ്ങിപ്പോയി. തെളിവ് കൊണ്ട് തന്നപ്പോൾ ഇത് സ്ഥിരം ചോദ്യമാണ്. ഞാനും ഒരു മീഡിയയുമായിട്ട് അത്ര ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ്. തെളിവെന്ന് ചോദിച്ചാൽ കാക്ക ഇണചേരുന്നത് തെളിവ് കാണിച്ചു തരാൻ പറ്റുമോ? പക്ഷെ എൻ്റെ കുട്ടിയെ കാണാം. കാക്കയെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ല ഞാൻ പറഞ്ഞ ക്രോ. അതിൻ്റെ ഇണചേരൽ ആർക്കും കാണാൻ പറ്റില്ല, പക്ഷെ കുട്ടി ഉണ്ടാവും. ഇതൊന്നും ചുമ്മാതെ പറയുന്നല്ല. ഇതൊക്കെ അന്വേഷിക്കേണ്ടത് BJPയുടെ നാഷണൽ ലെവലാണ്. തൊടാൻ പറ്റുമോ? ഇവിടുത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതെല്ലാം മുഖ്യമന്ത്രിക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ പറയുന്ന കാര്യമല്ല. ഇവിടുത്തെ ഇന്റലിജൻസിന് അറിയാം ഇതൊക്കെ. എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? ലെറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഈ സമയത്ത് ആരോപണം ഉന്നയിക്കണമെന്ന് പറഞ്ഞാൽ അതായത് അങ്ങ് ചോദിച്ചത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയം വരുമ്പോൾ ഈ ചെകുത്താൻ ഇവിടെ കയറി വരുന്നു അല്ലേ? തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പാണ് ജനങ്ങളുടെ വിധി മാറ്റുന്ന സംഭവം. ഈ സമയത്ത് ജനങ്ങൾ ഹിന്ദുക്കൾ പാവങ്ങളാ. ഹിന്ദുക്കൾ രാമന്റെ കഥ. ഇന്ന് രാമന്റെ എന്തെങ്കിലും ആഘോഷം ഇവിടെ നടക്കുന്നുണ്ട്. കർണാടകയിൽ എൻ്റെ പിള്ളേർ ഭയങ്കര സെലിബ്രേഷൻ നടത്തുന്നുണ്ട്. എലക്ഷൻ വരുമ്പോൾ രാമന്റെയും മോദിയുടെയും തല കൊണ്ടുവരും. അങ്ങനെയല്ല. എല്ലായിടത്തും ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്നത് പണ്ട് കോൺഗ്രസ് മോശമാണെന്ന് പറഞ്ഞു നടന്നവരാണ് BJP. കോൺഗ്രസിൽ മലീമസമായ പലതും ദോഷങ്ങളുണ്ടെന്ന് പറയുന്നു. ഇന്ന് കോൺഗ്രസിൽ അതുപോലെ LDF മോശമാണെന്ന് പറയുന്നു. എല്ലാ പാർട്ടികളെയും വേസ്റ്റുകളെല്ലാം ഒഴുകി വന്ന് അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സെപ്റ്റി ടാങ്കായി BJP മാറി. BJPക്ക് എന്തിനാണ് മറ്റു പാർട്ടിയുടെ ആൾക്കാർ? എല്ലാവർക്കും. അതായത് താങ്കളുടെ കയ്യിൽ പണമുണ്ടോ, നിങ്ങളൊരു ക്രിമിനൽ കേസിലെ പ്രതിയാണോ, ഞങ്ങൾ രക്ഷിക്കാമെന്നാണ് അവരുടെ മുദ്രാവാക്യം. പെട്ടിയായിട്ട് വന്നാൽ മതി. അതുകൊണ്ടാണല്ലോ ഈ പ്രതാപിന്റെ പോലും ഇവിടുത്തെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഈ BJPയിലേക്ക് കയറുന്ന എന്തിനാണ്? അന്വേഷണങ്ങൾ അവർക്കെതിരെ വരാതിരിക്കാൻ. ബുദ്ധിയുള്ള ബിസിനസ്സുകാർ BJP ചൂസ് ചെയ്യുന്നതിന്റെ റീസൺ അതാണ്.